ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാർ സ്പെഷ്യൽ ഉന്നക്കയാണ്. അപ്പോൾ സാധാരണ ഉന്നക്കയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് നമ്മളിതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു ഫില്ലിംഗ് ആണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം പഴുക്കാത്ത പഴമാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഒത്തിരി പഴുത്തതാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി ഈ പഴമൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പം എല്ലാ പഴവും പകുതിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം പഴുക്കാത്ത പഴം വേണം നമ്മളിതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉന്നക്ക ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ പുറത്തെ ആ നാരൊക്കെ ഒന്ന് മാറ്റിക്കെടുക്കണം. എന്നിട്ട് നമ്മളിനി ഇതിനകത്തുള്ള ആ കറുത്ത പാട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അത് ഓരോന്നും കട്ട് ചെയ്തിട്ട് ഇതുപോലെ കത്തി വെച്ച് അതൊന്ന് എടുത്ത് കളയുക. ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ല മഞ്ഞ കളറിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. നമുക്കിത് മിക്സിയുടെ ജാറിലും ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഒട്ടും തൊടാതെ വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്ത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ട്സൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അളവിൽ എടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉണക്കമുന്തിരിയാണ്. അപ്പോൾ ഞാനൊരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇത് പൈനാപ്പിളാണ്. അപ്പോൾ 1/4 കപ്പ് പൈനാപ്പിൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ സ്വീറ്റ് ഫില്ലിങ്സിനൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ 1 കപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു ലൈറ്റ് ഗോൾഡൻ നിറാവുന്നത് വരെ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 3-4 ഏലക്ക ചെറുതായിട്ട് ചതച്ചതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 10 ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈന്തപ്പഴവും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണിത്. അപ്പോൾ ഈന്തപ്പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ 1-2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്ന് തന്നെ ഇല്ല, കാരണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതൊക്കെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണിത്. നിങ്ങൾ ഇനി ഉന്നക്ക തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫില്ലിംഗ് ആണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഉന്നക്ക റെഡിയാക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പഴമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ചെറിയ ഇങ്ങനെ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഓരോ ലഡു ഷേപ്പിലുള്ള ചെറിയ ബോൾസാക്കി എടുത്തതിന് ശേഷം നമുക്കതിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഓരോ ബോൾസും എടുത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടുക. ഇനി അതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഇതിങ്ങനെ എളുപ്പം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ പത്തിരിയൊക്കെ പരത്തിയെടുക്കുന്ന പ്രസ്സില്ലേ, അതിൽ വെച്ച് ഈ ഓരോ ഉരുളയും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഒത്തിരി നൈസായിട്ട് പ്രസ് ചെയ്യരുത്, കുറച്ച് കട്ടിയിൽ വേണം പ്രസ് ചെയ്യാനായിട്ട്. ഇതുപോലെ. ഇനി നമുക്ക് ഫില്ലിങ്സ് ഒക്കെ ഇതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പം പണി ചെയ്യാൻ പറ്റും.
ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ അളവിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഒരുപാട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കരുത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉന്നക്കയുടെ ഷേപ്പിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ സോഫ്റ്റായിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അകത്തുള്ള ഫില്ലിങ്സ് ഒക്കെ പുറത്ത് വരും. അപ്പോൾ കയ്യിൽ എണ്ണ പുരട്ടിയതിന് ശേഷം വളരെ സോഫ്റ്റായിട്ടിത് ഉന്നക്കയുടെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഉന്നക്കയും റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് പ്രസ് ചെയ്യുന്നതിനേക്കാളും പത്തിരി പ്രസ്സിൽ ചെയ്യുകയാണെങ്കിൽ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എല്ലാ ഉന്നക്കായും ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാനിൽ എണ്ണ ചൂടാക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം നമ്മുടെ ഉന്നക്കായൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുക. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ കളറ് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇത് പഴം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കളർ ചേഞ്ച് ആവും. ഇതാ ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായൊക്കെ രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് എണ്ണയിൽ ഇട്ട ഉടനെ ഗോൾഡൻ ബ്രൗൺ നിറാവും. അപ്പോൾ ഇതാ നമ്മുടെ ഉന്നക്കയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയും കൂടി റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ 3 പഴം കൊണ്ടാണ് ഞാനിത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 10 എണ്ണം വരെ കിട്ടും. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിളും ഡേറ്റ്സും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.